ഹലോ ഗായ്സ്. നമ്മൾ വന്നിരിക്കുന്നത് ചുമ്മാ ഒന്ന് എടുക്കാനാണ് എന്തൊരു സുഖമായ യാത്ര. ചോപ്പേ എന്തൊക്കെയുണ്ട് പരിപാടി? കിടന്ന് കുറച്ചോണ്ടിരുന്നീ. നമ്മുടെ ബോട്ട് നമ്മൾ എങ്ങോട്ടാ പോണെന്നറിയോ നിങ്ങൾക്ക് ഗൈസ്? അപ്പം നമ്മൾ ഇന്നൊരു ചെറുതായിട്ടൊരു യാത്ര പോവുകയാണ്. ചുമ്മാ ഒന്ന് അങ്ങോട്ടൊന്ന് വെള്ളത്തിൽ കൂടെ ഓടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊന്ന് ചുമ്മാ ഒന്ന് പോയിട്ട് വരാം. ഇത്ര ദിവസം വീഡിയോ ഇടാണ്ടിരുന്നത് എൻ്റെ കയ്യിൻ്റെ എല്ല് പൊട്ടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ എങ്ങോട്ടപ്പോൾ പോകണ്ടേ? നമ്മൾ സിറ്റിയൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. നമ്മൾ ഇത്രയും ദൂരം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കട്ടെ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന്. നമ്മളിവിടെ കടലിൽ പോകാൻ വേണ്ടി ചുമ്മാ ഒന്ന് വന്ന കേട്ടോ. നമ്മൾ ഐലൻഡ് എത്താറായി. അപ്പം മുങ്ങാൻ ഇടാം. നമ്മൾ നീന്തി എത്തിയ ഗൈസ്. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലെത്തിണ്ട്. ഈ സംഭവത്തിന് നോക്കിയിട്ട് തന്നെയാണ് ഗൈസ് നമ്മൾ ഇതേപോലത്തെ ഒരു ശീല നമ്മുടെ ലോസ് ആഞ്ചലസിൽ ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ നോക്കാൻ വന്നതാണ്. ഇതേ ഗൈസ് ഒരു ലേഡിയാണ് കേട്ടോ. ഇത് ലേഡിയാണോ അറിയില്ല, മനസ്സിലാകണില്ല. ലേഡി അല്ലാതെ തോന്നണേ ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബോട്ടിക്ക് തിരിച്ചു പോവാം. ഇതിനടുത്തുണ്ട് നമ്മൾ. പോട്ടെ റൈറ്റ്. ഇതിനൊട്ടുക്കത്തെ വെയിറ്ററാ പൊങ്ങളിലെ പണ്ടാരം. ഇതെന്താ ഐസ് കൊണ്ടല്ല, സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ചോപ്പേ ആ ലേഡി ഹിമണ എന്തോ അങ്ങോട്ട് സാധനം എടുക്കുന്നുണ്ട്. അവിടെ കുരയ്ക്കാണ്ടിരിക്കണ ചോപ്പ. ഇതൊരു ഇനി ജീവുണ്ടാ? ഇളകണ പോലെ ഞാൻ കണ്ടു. എനിക്ക് തോന്നുന്നു ജീവുണ്ടെന്നാണ്. എന്തായാലും നമുക്ക് പോവാം. നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പോവാം ഗൈസ്. ഇവിടെ വണ്ടി തിരിക്കട്ടെ പോയിട്ട്. ചോപ്പ അതിനെ നോക്കട്ടാ. അപ്പം നമുക്ക് നേരെ നമ്മുടെ ഇവിടേക്ക് അങ്ങ് പോവാട്ടോ. നമ്മുടെ ലോസ് ആഞ്ചലസ് സിറ്റിക്ക് അങ്ങ് പോവുക. ഈ സാധനത്തിനെ കണ്ടിട്ട് അത്ര പന്തിയല്ല, എന്നാലും നമുക്ക് നോക്കി നോക്കാം. ഇത്രയും കാലം ഒരു 10, 15, 20, 30 വർഷമായിട്ട് ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് ലെസ്റ്റർ. അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ ഇതിന് ജീവൻ അങ്ങോട്ട് ഉള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അത് ഇളകി പെട്ടെന്ന് അങ്ങോട്ട്. പിന്നെ അത് വിട്ടതാണ് കേസ്. അപ്പം അത് തോന്നണത് ഇതിൻ്റെ ഒപ്പം ഇളകിയതാണ് കേസ്. അപ്പം നമ്മൾ വണ്ടിയിലാക്കിയിട്ടുണ്ട്. നമുക്കപ്പോൾ പോവാ. ആ ബോട്ടിൻ്റെ ഒപ്പം ഇളകിയതാന്ന് കേട്ടോ തോന്നണേ, അല്ലാണ്ട് ഇളകിയതാവില്ല. അതിന് ജീവൻ എങ്ങനെ ഉണ്ടാവും? ഇത്രയും വർഷം വെള്ളത്തിൻ്റെ അടിയിൽ സാധനം. ഇത്രയും വർഷം വെള്ളത്തിൻ്റെ അടിയിൽ കിടന്ന് നോക്കി ജീവനോട് ഇപ്പോഴും ഉണ്ടെന്ന് പറയാൻ ആര് വിശ്വസിക്കാനാണ്? എനിക്കെന്തായാലും തോന്നണില്ല. എനിക്ക് തോന്നുന്ന ബോട്ട് ഇളകിയപ്പോൾ ഇളകിയതാണ്. അപ്പം നമുക്ക് നേരെ പോവാം. ഇന്നത്തെ ക്ലൈമറ്റ് എന്താണെന്നറിയില്ല, നല്ല ക്ലൈമറ്റാ. പിന്നെ ഗേസ് നമ്മൾ എത്തി. നമ്മുടെ ഷിൻചാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വന്നിട്ടില്ല വീട്ടിലേക്ക്. എന്താ സംഭവം എന്നറിയില്ല. അപ്പം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സാറേ, ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ അവിടെ നിന്നൊരു സ്റ്റാച്ചു കിട്ടുന്നുണ്ട്. ഫ്ലാങ്കറില്ലേ, നമുക്ക് ഹെഡ് മിസ്റ്റർ കാണും. നമ്മൾ ഇവിടെ ഹെഡ് ഓഫീസറിനെ കാണാമെന്ന് പറഞ്ഞ്. സാറേ ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ്. അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അതിന് നോക്കിയപ്പോൾ ഒരു 5-3 ആഴ്ചയൊക്കെ ആയിട്ടുള്ളൂ. കാരണം അതിൻ്റെ ശരീരം അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ പറയണ പോലെ ഒത്തിരി അങ്ങോട്ട് പഴക്കമൊന്നുമില്ല സാറേ. പിന്നെ അത് ഇളകണ പോലെ എനിക്ക് തോന്നി.
ആണോടോ ഫ്രാങ്ക്ലിനെ, നമുക്ക് നോക്കി നോക്കാം. എന്തായാലും നീ അതിങ്ങോട്ട് കൊണ്ടുവരണം. പിന്നെ നിനക്ക് വേണ്ടി ഞാനൊരു തക്കതായ മെഡലും കൂടി തരാം. സാറേ, എന്തേലും പൈസ കിട്ടാൻ നന്നായി. എടോ, എന്ത് പൈസ കൈക്കൂലി പിടിക്കണോടാ നിന്നെ ഞാന്? സാറേ, ഒന്നുമില്ല സാറേ, ഒന്നുമില്ല. ഇവിടെ പട്ടിക്ക് ഫുഡ് കൊടുക്കാനൊരു പ്രീഡിഗ്രി മേടിക്കാനൊരു. എന്താ സാറേ? സാറേ, അതെന്തായാലും നമ്മുടെ വണ്ടിയിലുണ്ട്, കുഴപ്പമില്ല, നമുക്ക് പോവാം. അയാള് ഒരു മൊരട്ട സ്വഭാവമാണ്, പൈസ ഒന്നും തരുന്നില്ല. കള്ളച്ചങ്ങായി ആളുടെ പെരടി അടിച്ചിരിക്കുക. എടാ ചോപ്പേ, പെട്ടെന്ന് വരണമെങ്കിൽ വാ നീ. ചോപ്പ കുണുങ്ങി കുണുങ്ങി വരണ കണ്ട ക്യൂട്ടായിട്ടുണ്ടല്ലേ. കേസ് അപ്പോൾ നമ്മുടെ പോലീസുകാരെ പറഞ്ഞതാണ് നമ്മൾ ചെയ്ത്. കേസ് നമ്മുടെ വണ്ടി പിടിക്കുന്നുണ്ട്, നമ്മുടെ സ്പ്ലെൻഡർ അല്ല, ഏതൊരു വണ്ടി എനിക്കറിയില്ല. അപ്പം നമുക്ക് പോവാൻ നേരം ഇത് ചോപ്പേ പിടിച്ചിരുന്നോ, നമ്മൾ പറക്കാൻ പോകട്ടോ. ഇയാളുടെ ദേഷ്യം ഫുള്ളൊന്ന് ഞാൻ ഈ ബൈക്കിനോട് തീർക്കും. ചത്താലും കുഴപ്പമില്ലടോ. വാ വാ ഇടക്കിരുന്ന് കരയല്ലേ ചോപ്പേ, നിന്നെ ഞാൻ കൊല്ലൊന്നുമില്ല, അത് കാരണം പേടിക്കണ്ട. നമ്മളപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ ബൈക്കിൽ നല്ല സ്പീഡിൽ പോയതുകൊണ്ട് തന്നെ എനിക്ക് എന്താണെന്നറിയില്ല, സമാധാനം കിട്ടി. കൊല്ലാനുള്ള ദേഷ്യം കേസ്. നമുക്ക് നേരെ പോവാം. ചോപ്പ് എന്തോണ്ട് അവിടെ ബോട്ടിൽ വെച്ച് കരഞ്ഞല്ലോ, എന്തുകൊണ്ട് ചോപ്പ സംഭവിച്ചേ? അല്ല, അവനോട് ചോദിച്ചിട്ട് അവൻ പറയില്ല, അവനെ കുറയ്ക്കാനല്ലേ പറ്റൂ. എന്തിനാ ഇവ കരയണേ? ഒന്നും മനസ്സിലാവുള്ള നമുക്ക് ഉറങ്ങാം. എന്ത് നല്ല ഉറക്കം. ഇന്നലത്തെ ജോലിയുടെ ക്ഷീണം ഇപ്പോഴും പോയിട്ടില്ല. അപ്പം നമുക്ക് നേരെ പുറത്ത് പോയാൽ നമുക്കിന്ന് ഫേസൊക്കെ ഒന്ന് ശരിയാക്കടാ. പെർഫെക്റ്റ്, നല്ല ലുക്കല്ലേ നമ്മൾ ഫേസ്. ഇത് എന്ത് കോളിക്കും വന്ന് കിടുന്നുണ്ടായിരുന്നല്ലോ. ഇത് ആര് വിളിച്ചത് അറിയില്ല. നമുക്കെന്തായാലും നോക്കാം ഗൈസ്. ഈ ലെസ്റ്റർ ആൻഡ് പോലീസുകാർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര കുറച്ച് നാളായിട്ട് പണിയെടുക്കുന്നത്. അപ്പം അത് കാരണമാണ് നമ്മളോട് ലെസ്റ്റർ പറഞ്ഞതാണ്. ലെസ്റ്റർ പറഞ്ഞു പൈസക്ക് കിട്ടുന്നത്, എന്തായാലും അഞ്ച് പൈസയും കിട്ടിയില്ലടാ. ലെസ്റ്റർ എടോ, നിന്നോട് സോറിടോ, ഞാൻ പൈസ തരുമെന്ന് പറഞ്ഞിട്ടോ ഒരു തന്നില്ല അല്ലേ. കുഴപ്പമില്ലടോ ഫ്രാങ്ക്ലിനോ, ഒരു പ്രാവശ്യമല്ലേ. എന്താടാ ലെസ്റ്ററെ, ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് മുങ്ങാങ്കുഴിയൊക്കെ ഇട്ട് പോയിട്ട് ചോപ്പിക്കാൻ പ്രീ ഡിഗ്രി മേടിക്കാനുള്ള പൈസ പോലുമല്ലോ. എന്താ ചോപ്പ, കുഴപ്പമില്ല, ഞാൻ മേടിച്ചുതരാം. എനിക്ക് പ്രീ ഡിഗ്രി അല്ലേ, എന്തെല്ലോട്ടെ ഫുഡൊക്കെ ഞാൻ മേടിച്ചുതരാം മുത്തേ. അപ്പം നമുക്ക് ലെസ്റ്റർ വിളിച്ച് പറഞ്ഞത് അങ്ങോട്ട് ചെല്ലാനാണ്. പിന്നെ പൈസ കൊടുക്കാത്തതിൻ്റെ ഒരു വിഷമം ലെസ്റ്ററിനുണ്ട്. എൻ്റേന്ന് പിരിക്കാൻ വേണ്ടിയിട്ടാണ് ലെസ്റ്റർ നിൽക്കണത് തന്നെ. ആ ലെസ്റ്ററിൻ്റെന്ന് പിരിക്കാനാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം അവൻ എൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാണ്. നമുക്ക് നേരെ എത്തിയിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കാരണം പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ കൊടുത്ത സ്റ്റാച്ചുവിന് എന്തോ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സാറേ, എന്താ സംഭവം? ഹെഡ് ഓഫീസിലേക്ക് പോവോ? ഇന്നലെ കണ്ട ചങ്ങയുടെ അടുത്ത് പോകണം. അവിടെ ഫ്രാങ്ക്ലിനെ, നീ തന്ന ശിലയ്ക്ക് നീ പറഞ്ഞ പോലെ തന്നെയാ, ശരിയാ. കുറച്ച് വർഷമായിട്ടുള്ളത് അവിടെ വന്നിട്ട്. അതൊരു ഒരു 2-4 ദിവസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അതെങ്ങനെ? പക്ഷെ അത് 2-4 ദിവസമാണ്. അപ്പത്തിനെങ്ങനെയാ സിമെൻ്റൊക്കെ കട്ടയായിട്ടുണ്ടാവുക സാറേ? പിന്നെ എനിക്ക് ഇന്നലെ പൈസ ഒന്നുമില്ല കേട്ടോ, അത് ഇതായിട്ടുണ്ട്. പിന്നെ എൻ്റെ ചോപ്പ ഇന്നലെ വയ്യാണ്ട് കിടപ്പായിരുന്നു, ഫുഡൊന്നും മേടിക്കാണ്ടായതുകൊണ്ട്. പൈസ വേണോ സാറേ? എന്താ സാറേ അവൾക്ക് സാറേ? എടാ എന്തോടോ നിങ്ങളുടെ പൈസ ഇല്ലയോ? പറഞ്ഞ മനസ്സിലല്ലേ സാറേ? എനിക്ക് തോന്നുന്നത് അതിലെന്തോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, അതിലെന്തോ ദുരൂഹതയുണ്ട്. ആ സ്റ്റാച്ചു കണ്ടിട്ടേക്ക് അങ്ങനെ തോന്നണം. കാരണം ഇത്രയും നേരം കൊണ്ട് ഇത്രയും പെട്ടെന്ന് സിമെൻ്റൊക്കെ കട്ട പിടിച്ചാവുണ്ടെങ്കിൽ അപ്പോൾ ആ സാധനത്തിൻ്റെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. എനിക്ക് തോന്നുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പത്തെ സാധനം
എന്തോ എന്തോ ഒരു കാരണത്താൽ എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ അത് മനുഷ്യനല്ല, അല്ലെങ്കിൽ വേറെ എന്തോ സാധനം ആ ജീവിൻ. എടാ നീ എന്തൊട്ടൊക്കെയാണോ പറയണത്? നീ ഇപ്പോഴും വിശ്വസിക്കണ്ടോ? ആ സാറേ എനിക്ക് അറിയാം, എനിക്ക് ഉറപ്പാ. പുറത്തു പോടോ. എനിക്ക് ഇയാളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, എനിക്ക് തോന്നണതാണ്, എനിക്ക് ഉറപ്പാ അത് എന്തോ വേറെ ജീവിയാവാൻ ചാൻസ്. കാരണം ഇത്രയും വലിയ സാധനം ഇത്ര വർഷം ഇത് സിമെൻ്റൊക്കെ പെട്ടെന്ന് തുടങ്ങി. അതൊക്കെ എങ്ങനെയാണ് എനിക്ക് ഇപ്പോഴും കത്തണില്ല. ഞാൻ ഇന്നുവരെ ഒരുപാട് ആലോചിച്ചു, എന്നിട്ടാണ് എനിക്ക് മനസ്സിലായത് ഒന്നെങ്കിൽ അത് വേറെ എന്തോ ഒരു ജീവി. ഒക്കെ ഉറപ്പത്. പൈസ നമ്മുടെ വണ്ടി സർവീസിന് കൊടുക്കാറായോ എന്നൊക്കെ ഡൗട്ടുണ്ട്. എന്തോ ഒരു വശപ്പശക് പോലെ. യെസ് ഗൈസ്, പണി കിട്ടി. അപ്പം നമുക്ക് ഈ കടയ്ക്ക് ചെന്ന് നോക്കിയാലോ? ചേട്ടാ ഒന്ന് നോക്കൂ. ഓ എന്തോടാ മോനെ, നിനക്ക് എന്തോടാ പ്രശ്നം? എന്തിനോട് എൻ്റെ ഒഴിക്കും തുടയണു? ഞാൻ പോലീസാ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കാര്യം അറിയോ? അവിടെ കടലിൻ്റെ അവിടുത്തെ ഒരു ശിലേനെ കുറിച്ച് അറിയോ? ഓടോ എനിക്കറിയാം. അത് സാധാരണ ശീലല്ലടാ, അതൊരു മോൺസ്റ്ററിന് പണ്ടത്തെ കുറേ മന്ത്രവാദികൾ ചേർന്നിട്ടോട് കെട്ടിവെച്ചതാ. മന്ത്രവാദികളോ? മോൺസ്റ്ററോ? അയ്യോ അയ്യോ ഗൈസ്, അപ്പം നമ്മൾ പെട്ടുണ്ട്. അതായത് ഇയാൾ പറയണത് അതൊരു മോൺസ്റ്ററാണ്. പണ്ട് കാലത്ത് ആൾക്കാർ കെട്ടി ഒരു പ്രത്യേകതരം മന്ത്രമൊക്കെ ചൊല്ലി അവിടെ സിമെൻറ്റിൽ കുഴച്ച് വെച്ചേക്കണത് എന്നാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം എന്തെങ്കിലും തിന്നാൻ മേടിക്കും. ഓരോ നേരം വിശക്കുന്നുണ്ട്. നമുക്ക് കട്ടേ കാലം ഇയാളും കൂടി ചോദിച്ചോളൂ. എടാ ഫ്രാങ്ക്ലിൻ, എന്താണ് കാര്യം? എടാ ചേട്ടാ അതെ അതെ, ഒരു കാര്യമുണ്ട്. ഞങ്ങളൊരു പുതിയൊരു സ്റ്റാച്ചു കണ്ടുപിടിച്ചു കടലിൻ്റെ അടിയിൽ നിന്ന്. അതിനെ കുറിച്ച് പറയുമോ? എടാ ഫ്രാങ്ക്ലിനെ, അതിനെ കുറിച്ചിട്ടാ? അത് പണിയാ. അതിൻ്റെ അടുത്തുനിന്ന് പെട്ടെന്ന് പോയിക്കുന്നേ, കാരണം അതൊരു എന്ത് അതൊരു ചേട്ടാ, അതൊരു പ്രത്യേകതരം ജീവിയാണ്. അതിനൊരു പ്രത്യേക പവറുണ്ട്. പവറോ? എന്തുട്ടാ അവിടെ കാള്? നിക്കടോ അവിടെ. അയാൾക്ക് എന്തോ അറിയാൻ തോന്നുന്നു. നിക്കടോ അവിടെ. പോടാ നീ ആറാ എന്നെ കൊല്ല പറഞ്ഞ്. അയ്യോ അത് പിടിക്കണം. നിക്കടോ അവിടെ. പോടാ. ദേ പോണ ഈ സമയം ഓട്ടിച്ചിട്ടടിക്കും. എന്താണോ സാധനം? എന്താടാ കാട്ടണ്? ഇവനെന്താ സംഭവിക്കും മനസ്സിലാവില്ല. പോണത് പിടിച്ചോ. ഇപ്പൊ പിടിച്ചാൽ കിട്ടും, ഇല്ലെങ്കിൽ അവനെ കിട്ടില്ല കേസ്. ഇവൻ ആരാന്നും കൂടി അറിയില്ല, പക്ഷെ എന്തോ സംഭവം ഉണ്ട്. ഇവനറിയാന്ന് തോന്നുന്നു ആ ജീവിനെ കുറിച്ച്. അവിടെ നിക്കടാ അവിടെ. സത്യം പറഞ്ഞിട്ട് പോടാ. എന്തുകൊണ്ടാണ് ആ ജീവി? പറയടാ. ഞാൻ പറയില്ലടാ. അതെൻ്റെ കാർന്നൊരു മുമ്പ് ഉപയോഗിച്ചുള്ളതാടാ. ഞാൻ പറയില്ല. എന്നെ വിട്. എന്നെ വിട്ടേക്ക്. ഞാൻ പറയാന്ന്. എങ്കിൽ സത്യം പറ. എന്തുകൊണ്ടാ ആ ജീവി? പറ. അത് പണ്ട് കാലത്ത് ഞങ്ങളുടെ കാർന്നോര് നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു പ്രത്യേകതരം ജീവിയാടാ. ആ ജീവിക്ക് പറക്കാനും ഓടാനും എല്ലാത്തിനുള്ള പവറുണ്ട്. ആ പ്രത്യേകതരം ജീവിക്ക് ഒരുപാട് ശബ്ദം ഉണ്ടാക്കണം. ഈ പട്ടി പൂച്ച മനുഷ്യന്മാരൊന്നും ഒട്ടും ഇഷ്ടമില്ല. അതിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമായിരുന്നു ഞങ്ങൾ. അതിന് കുറച്ച് മന്ത്രവാദികൾ ചേർന്ന് അതിനെ അവിടെ ഒരു പ്രത്യേകതരം മന്ത്രം ചേർത്ത് സിമെൻറ്റിൽ കാല് കുടുക്കി കയ്യും തലയൊക്കെ മറച്ച് അതിനെ അവിടെ കുഴിച്ചിട്ടു. അതാണ് ഉണ്ടായത്. ഓ നോ. അപ്പം അതാണ് കാര്യം. ഓടോ, ഇത് പറയാൻ ചെയ്ത് തനിക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞാൽ പോരോടോ, വെറുതെ തന്നെ ഓടിച്ചിട്ട്. അയ്യോ, ഇപ്പം പോലീസ് മാമന്മാരൊക്കെ അവിടെ ചോദില്ലേ? യെസ്, അതിനെ പെട്ടെന്ന് പിടിച്ചോ, ഇല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെയും ജീവന് ആപത്ത്. ഗൈസ്, അപ്പം ഇയാൾ പറയണത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ജീവി കടലിൻ്റെ അടിയത്തെ ഒരു പ്രത്യേകത പണ്ട് കാലത്തെ ഒരു ജീവിയാണ്. അത് നമ്മളൊക്കെ കൊല്ലും. അപ്പോൾ ഈ നമുക്ക് നേരെ പോകണം
അവിടെ വണ്ടി ഇവിടെ ഇരിക്കണ്ട്. ആളവിടെ നിൽക്കുന്നുണ്ട്. ആൾ പറയുമ്പോഴായിരുന്നു ഇയാൾ വന്ന് കേട്ടിട്ട് പെട്ടെന്ന് ഓടിയത്. എനിക്ക് അപ്പോൾ കൺഫ്യൂഷൻ അടിച്ചിട്ട് ചുമ്മാ ഒന്ന് പോയി നോക്കിയതാ. ഈ പൊട്ടനാച്ച ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. യെസ്, അപ്പം നമുക്ക് പറയാം. പോലീസുകാരൻ്റെ ശ്രദ്ധയ്ക്ക് എല്ലാവരും കേട്ടോളൂ. ഞാനൊരു കാര്യം പറയാൻ വന്നതാ. ഇവിടെ നമ്മൾ കൊണ്ടുവന്ന ഒരു ജീവിയില്ലേ, ആ ജീവി ഒരു സാധാരണ ജീവിയല്ല, അതൊരു പ്രത്യേകതരം ജീവിയാണ്. അതിൻ്റെ പേര് സ്ലെൻഡർമാൻ. അതിന് ഒരാളോടൊരു സിമ്പതി ഉണ്ടാവില്ല. നമ്മുടെ ഈ നാടിനെ രക്ഷിക്കണമെങ്കിൽ അതിന് നമ്മൾ കൊല്ലണം. അതിനു വേണ്ടി നിങ്ങൾ തയ്യാറല്ലേ? തയ്യാറല്ലെന്ന്? അതോടെ ഫ്രാങ്കുളിനെ ഞങ്ങൾ നോക്കിക്കൊണ്ട്. പക്ഷേ അതിനൊരു പ്രത്യേകതരം പ്രശ്നമുണ്ട്. അതിനെ നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല. അതിന് ഒരുപാട് അഡ്വാൻസ്ഡ് ഗണ്ണൊക്കെ നമ്മുടെ കയ്യിൽ വേണം. നമുക്ക് പക്ഷേ അഡ്വാൻസ്ഡ് ഗണ്ണോ? അതൊക്കെ നമ്മൾ നോക്കിക്കോളാം. ഓക്കെ, ഞാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാത്തിനും തയ്യാറല്ലേ? നമ്മുടെ ലോസ് ആഞ്ചലസ് സിറ്റീനെ നമുക്ക് രക്ഷിക്കണ്ടേ? രക്ഷിക്കണം. അപ്പം രക്ഷിക്കണം. അപ്പം നിങ്ങളെല്ലാവരും പോയിട്ട് എല്ലായിടത്തും തേടിക്കോ. ഒന്നും വിടണ്ട. നമ്മുടെ കയ്യിൽ നിന്ന് ആ ജീവി രക്ഷപ്പെട്ട് പോയേക്കാണ്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് പോകാം. അതിൻ്റെ കാരണക്കാരെ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. കേസ് ഞാനാണ് അതിൻ്റെ കാരണക്കാരൻ. അതിന് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഇവർ പറഞ്ഞപ്പെടുത്ത് കൊടുക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മുടെ ലോസ് ആഞ്ചലസ് സിറ്റിക്ക് തന്നെ ഒരു ആപത്തായി വന്നേക്കാണ് ആ സ്ലെൻഡർമാൻ എന്ന് പറയുന്ന ആ ഭൂതം പണ്ടാറം. കേസ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. നമുക്ക് ആ സ്ലെൻഡർമാനെ കണ്ടുപിടിക്കണം. നോ സോർ, ഇവിടെ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഇവിടെ പട്ടി പൂച്ചയ്ക്കും പിന്നെ മനുഷ്യന്മാരൊക്കെ മേടിച്ചോടുന്നു. എന്തോ സംഭവം നടക്കാൻ പോകുന്നു എനിക്കൊരു മനസ്സ് പറയണു സാർ. അയ്യോ, എന്തോട്ടോ പട്ടി? അവൾ പറഞ്ഞത് എന്തോട്ടാ? പട്ടികളെ ആൾക്ക് ഇഷ്ടമില്ല, അപ്പൊ അവര് പിടിച്ചോണ്ട് പോകുന്നല്ലേ? സാർ 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 പെട്ടെന്ന് എല്ലായിടത്തും പട്ടി. ഈ പട്ടിക്ക് എന്ത് ഇവിടെ പണി? എല്ലായിടത്തും പട്ടീൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞ് കേട്ടത്. പട്ടികൾ ഡേഞ്ചറാണ്, ഇവിടുന്ന് പെട്ടെന്ന് പോ. പോവാനോ? എന്താ പട്ടികൾക്ക് പ്രശ്നം? അയ്യോ സാർ 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 ഓ നോ സാർ സാർ ഫ്രാങ്ക്ലിനെ അവിടെ ന്യൂക്കാരും കണ്ടോ? ആ ജീവിനെ കണ്ടോ? കണ്ടതാണ് ഞാൻ. അവിടെ ഒരു പട്ടീനെ പിടിച്ചിട്ട് പോയി. ഓ നോ സാർ, അതൊരു വാണിങ്ങാ. നമ്മളിനി അതിൻ്റെ പുറകെ പോകാൻ പാടില്ലാന്ന്. പോയി കഴിഞ്ഞാൽ നമ്മളെ കൊല്ലുമെന്നാ. പക്ഷെ നമുക്ക് എന്തായാലും ചെയ്തിട്ടായാലും ആ ജീവനെ രക്ഷിക്കണം. പട്ടികളെ രക്ഷിക്കണം, പിന്നെ ആ ജീവനെ തീർക്കണം. നമുക്കപ്പോൾ നേരെ ബാക്കിയുള്ള ഓഫീസേഴ്സിനോടൊക്കെ കാര്യം പറഞ്ഞ സാർ. ഇല്ലടോ ഫ്രാങ്ക്ലിനെ, എനിക്കപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനപ്പം നിസ്സഹായനായിപ്പോയി. നമുക്ക് എന്തേലും ചെയ്തിട്ട് ആ ജീവനെ പിടിച്ച് കെട്ടണം. അതിന് ഒരുപാട് കൈകളും പിന്നെ പുറത്തുനിന്ന് പുറത്തിൻ്റെ ഭാഗത്തുനിന്ന് അവിടെ ടെൻറ്റിക്കൽസൊക്കെ വന്നു. എനിക്ക് എന്തൊട്ട് സംഭവം ഒന്നും മനസ്സിലായില്ലടാ. ഓ നോ സാർ, അപ്പം നമുക്ക് ഇവിടെ ഒരുപാട് പട്ടികൾ ഇപ്പോൾ നമ്മുടെ ലോസ് ആഞ്ചലസിലുണ്ട്. അപ്പം അതിനൊക്കെ പിടിച്ചോണ്ട് പോയി അത് തിന്ന് അതിൻ്റെ പവർ കിട്ടും. ഓ ചോപ്പ, നീ എന്താ ഇവിടെ? ഗേസ്, എനിക്ക് തോന്നുന്നത് ഇവൻ പറയണത് ആ സ്ലെൻഡർമാൻ ഇവനെ പിടിക്കാൻ വന്നിട്ടുണ്ടാവും. ഇവനെ പിടിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഇവ ഓടിയതാവും. ഗേസ്, അപ്പോൾ നമുക്ക് ഡേഞ്ചറാണ്. നമ്മുടെ ചോപ്പയും ഡേഞ്ചറിലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയും നമ്മുടെ ചോപ്പേനും ബാക്കിയുള്ള പട്ടികളൊക്കെ രക്ഷിക്കണം. അപ്പം നമുക്ക് നേരെ പോവാം.
ചോപ്പേ വന്ന് വണ്ടി കയറാം. നമുക്ക് നേരെ നമ്മുടെ വീടിൻ്റെ അവിടേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെ എങ്ങാനും അവൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവനെ തീർക്കണം. ചോപ്പേ നിക്കടാ ചോപ്പേ ചോപ്പേ. ഓ നോ ഗേസ്, ഇങ്ങോട്ട് ഓടുന്നേ. അവിടെ ചോപ്പേ നിക്കവിടെ. യേസ് ഇത് അവൻ ഇങ്ങോട്ട് പോയി. ഓ നോ 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 ചോപ്പാ. ഇങ്ങോട്ട് കൊണ്ടുപോകണമെന്നാണ് തോന്നുന്നത് നമ്മളെ. ഓക്കെ നമുക്ക് നേരെ പോയി നോക്കാം. ഇവിടെ എന്താ ആരും ഇല്ലാത്തത്? എങ്ങോട്ടാ പോയത്? ഇത് ആരാ? ചോപ്പേ ഡാ കുട്ടാ ഡാ ചേട്ടനാണത്. എനിക്കറോ. ഓടാ നിന്നെ ഞാനിന്ന് കൊല്ലൂടാ സ്ലെൻഡർമാൻ പട്ടി. അവിടെ നീ അവിടെ നിൽക്കടാ. നിന്നെ ഒന്ന് തല്ലി 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 കൊല്ലൂടാ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്ത് ചെയ്യണോ? നീ എല്ലാത്തിനും തുടക്കം കൊടുത്തത് നീ വെറുതെ വിടലടാ. എടാ അയ്യോ ചോപ്പ പോയി. ഓ നോ, ഒന്നോട് ചോപ്പനെ കൊണ്ടുപോയി. അവനെ ഞാൻ വെറുതെ വിടില്ലടാ. റഡാറിൽ കാണിക്കുന്നത് ഇവിടെ എവിടെയോ അങ്ങോട്ട് അടുത്ത അവൻ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോവാം. ഒന്നും നോക്കാലോ. ഇന്ന് അവന്റെ അന്ത്യം. അവനെ ഞാൻ കൊല്ലും. സാർ പെട്ടെന്ന് വിട്ടു സാർ. ഇയാളെന്ത് നമ്മള് വെറുതെ തടയുന്നേ? എന്തൊരു സംഭവം നടക്കുന്നേ? അയ്യോ എനിക്കൊന്നും മനസ്സിലാവണമെങ്കിലോ ഭ്രാന്ത് പിടിക്കണ്ട. ഇവിടെ എവിടെ അങ്ങോട്ടാണ് കാണിച്ചേക്കണേ? നമുക്ക് പോയി നോക്കാം. ഈ വഴി പോവാം. എവിടെ പട്ടി സ്ലെൻഡർമാനെ? നീ എവിടെ പോയി തൊലങ്ങടാ? എന്തത് രക്തം? ഇവിടെ എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഒന്ന് ശവപ്പെട്ടിരിക്കും. ഇവിടെ അസ്ഥികൂടം. കേസ് നമുക്ക് പോയി നോക്കാം പയ്യെ. എന്തുകൂട് എനിക്ക് തോന്നുന്നത് ഇവിടെ ആവും ആ സ്ലെൻഡർമാൻ്റെ കൂടുന്നാണ്. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നെ വിളിച്ചേൽപ്പിച്ച ഇടുന്ന എൻ്റെ സിറ്റി ഞാൻ കൈയടക്കും. ഓക്കെ എന്തൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ ഡോറിൻ്റെ അപ്പുറമാണെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. What the fuck is this? എടാ സ്ലെൻഡർമാൻ്റെ മോനെ, നീ നേരത്തെ എന്നെ പിടിച്ചു. ഇപ്രാവശ്യം ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ. നിന്നെ ഞാൻ കൊല്ലൂടാ. ഇവന്ത് ഇംഗ്ലീഷ് പറയുന്നേ? എടാ മലയാളത്തിൽ പറയടാ. നീ ആദ്യം എൻ്റെ രക്ഷപ്പെടു. ചത്ത ഈ രണ്ടും ഇടിക്കുള്ളത്. അയ്യേ ഓ ദേ ഇവിടെ ഒരുപാട് ജീവികളൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് പോകാം. ഓ സൂട്ടർ പട്ടീനെ കൊന്നിട്ടേക്കണ് ഈ സ്ലെൻഡർമാൻ്റെ. അത്രയും പെട്ടെന്ന് ചാവില്ലടാ ഞാൻ. അവിടെ ചാവടാ നീ. ചാവാൻ. ഓ ഗൈസ് പെട്ടു 8 ഇലക്ക് പെട്ടു. അവൻ്റെ ദേഷ്യം പിടിക്കുന്നു.
വിടടാ. ഓ ചാവ്. നമുക്കൊരു വഴിയുള്ളൂ, നമ്മുടെ പട്ടികളിക്ക് പുറത്തിറക്കിയിട്ട് ഇവനങ്ങ് കടിയിപ്പിച്ച് കൊല്ലാം. പിന്നെ നിങ്ങൾ സപ്രിയ കൊല്ലടാ. രക്ഷപ്പെട്ടു. ഓ എന്താ നിനക്ക് പട്ടികൾ ഇഷ്ടമല്ലല്ലോ? വേണ്ട, ചത്തു മലച്ച് കിടക്കണുണ്ടല്ലേ. ഫ്രാങ്ക്ലിൻ അണ്ണാ, അണ്ണാ. എടാ ചോപ്പ്, നീ എങ്ങനെ സംസാരിക്കുന്നേ? ഓ, അത് ഞാൻ ഇവനെ കഴിച്ചപ്പോഴേക്കും പറ്റിയതാ അണ്ണാ. ഞാൻ അറിയാണ്ട് ഇതിനെ കഴിച്ചു പോയി. അപ്പൊ സബ്ബിയ ലൈക്ക് അധികം